കണ്ണുമടച്ചുള്ള പരസ്യതന്ത്രങ്ങൾക്ക് മുന്നണികളും സ്ഥാനാർത്ഥികളും തയ്യാറല്ല. പകരം കൃത്യമായ ഡേറ്റ അനുസരിച്ചാണ് ഇത്തവണ പ്രചാരണം. 3 മുന്നണികളും തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജികൾക്കായി ആശ്രയിക്കുന്നതും ഡാറ്റയെയാണ്. കാണാം തിരുവനന്തപുരത്ത് നിന്ന് ജിബിൻ JB തയ്യാറാക്കിയ റിപ്പോർട്ട്. ഡാറ്റയാണ് താരം. തിരഞ്ഞെടുപ്പ് കാലമായാൽ മുൻപൊക്കെ താരം വെറൈറ്റി പോസ്റ്ററുകളും ചുവരെഴുത്തുകളുമായിരുന്നു. ഇന്ന് അതൊക്കെ മാറി. ഇപ്പോൾ താരം ഡേറ്റയാണ്. കൃത്യമായി അണികളിലേക്ക് എത്താൻ നേതാക്കന്മാർ ഉപയോഗിക്കുന്നത് ഡേറ്റയാണ്. തിരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും അധികം പണം ഒഴുക്കുന്നതും ഈ ഫീൽഡിലേക്കാണ്. ഓരോ മണ്ഡലത്തിലും എത്ര വോട്ടർമാരുണ്ടെന്നും അവരുടെ രാഷ്ട്രീയ രുചികൾ എന്താണെന്നും അറിയാനുള്ള ഡേറ്റ നിലവിൽ ലഭ്യമാണ്. കൂട്ടത്തിൽ നിഷ്പക്ഷരെയും കന്നി വോട്ടർമാരെയും സ്വാധീനിക്കാനാണ് എല്ലാവരുടെയും ശ്രമം. കുറച്ച് സോഷ്യൽ മീഡിയ അക്കൗണ്ട്സിലേക്ക് ഇത് പമ്പ് ചെയ്യുക, പോസ്റ്റേഴ്സ് പമ്പ് ചെയ്യുക, അല്ലെങ്കിൽ വീഡിയോസ് പമ്പ് ചെയ്യുക. അതിനപ്പുറത്തേക്ക് സ്ട്രാറ്റജിക്കലി അപ്രോച്ച് ചെയ്യുന്ന കുറേ ഏരിയാസ് ഉണ്ട്. അവിടെയാണ് നമ്മൾ ഡേറ്റ ഉപയോഗിക്കുന്നത്. ഓരോ കോൺസ്റ്റിറ്റ്യുവൻസി എടുക്കും, അവിടെയുള്ള വോട്ടേഴ്സിൻ്റെ ഒരു വോട്ടർ പട്ടിക എന്നൊക്കെ പറയുന്ന കാര്യമുണ്ടല്ലോ. അപ്പോൾ അതെടുത്തിട്ട് വി വിൽ അനലൈസ്, ലൈക്ക് ഇതിനകത്ത് ഓരോ പാർട്ടിയിലും എത്ര തരം ആൾക്കാരുണ്ട്. പലപ്പോഴും ആൾക്കാർ ചെയ്യുന്നൊരു മിസ്റ്റേക്ക്, റിപ്പീറ്റഡ് ആയിട്ടും പാർട്ടി സമ്മേളനങ്ങൾ മാത്രം വെക്കുമ്പം അവരുടെ ആൾക്കാർ എന്തായാലും വരും. അത് ബൈ ഡിഫോൾട്ട് ഒരു 90% ദേ വിൽ വോട്ട് ഫോർ ദം. പക്ഷേ ഇതല്ലാത്തൊരു വിഭാഗമുണ്ട്, അവരെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അവരായിരിക്കും ഇതിൻ്റെ ഒരു അൾട്ടിമേറ്റ് ഡിസിഷൻ മേക്കിംഗ് ഇതിൽ നിൽക്കുന്നത്. അപ്പോൾ അവരിലേക്ക് ടാർഗറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും ഞങ്ങളുടെ ക്യാമ്പയിൻസ് കൂടുതലും വർക്കൗട്ട് ആകുന്നത്. കേരളം എന്നൊരു നാട്ടില്ലാതുരസേവനമയ്യോ കഷ്ടം കഷ്ടം മരുന്നുകളില്ല. തിരഞ്ഞെടുപ്പ് കാലമായാൽ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കുന്നത് പരസ്യ മേഖലയാണ്. രാഷ്ട്രീയ പരസ്യങ്ങളിൽ 35 മുതൽ 40% വരെ വർധനയുണ്ടായെന്നാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ പറയുന്നത്. പണ്ട് പത്രം, TV, റേഡിയോ എന്നീ മാധ്യമങ്ങളിൽ ഒതുങ്ങി നിന്ന തിരഞ്ഞെടുപ്പ് പരസ്യങ്ങൾ ഇപ്പോൾ ഡിജിറ്റൽ മേഖലയിലും വ്യാപിച്ചു. ഇവർ നാട്ടിലുണ്ടോ, ഇവർ സുഖമില്ലാതെ കിടക്കുന്നവരാണോ, ഇവർ ഇലക്ഷൻ വോട്ടിടാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ, ഇങ്ങനെ നമ്മൾ ഡീപ്പ് റൂട്ട് ലെവലിൽ പോയിട്ട് ഓരോ ബൂത്തിനും ഓരോ ആൾക്കാരെ എങ്ങനെ അപ്രോച്ച് ചെയ്യാൻ പറ്റും, ആ രീതിയിലേക്ക് നമ്മൾ ഇതിനെ കൊണ്ടുവരും. ഇപ്പോൾ ഏറ്റവും കൂടുതൽ പണം ചെലവിടുന്നത് ഡിജിറ്റൽ മേഖലയിലാണെന്നാണ് ടെക്നോ പാർക്ക് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന പരസ്യ കമ്പനിയായ ഫ്രഷ് മൈൻഡ് ഐഡിയാസ് പറയുന്നത്. സമൂഹ മാധ്യമങ്ങളിലെ സാധാരണ പോസ്റ്റുകൾക്ക് പുറമെ പോഡ്കാസ്റ്റ് പോലുള്ള രീതികളും ഇപ്പോൾ ട്രെൻഡാണ്. ഓരോ വോട്ടറെയും പേരെടുത്ത് അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള വ്യക്തിഗത സന്ദേശങ്ങൾ അയക്കാനും പാർട്ടികൾ ശ്രദ്ധിക്കുന്നുണ്ട്. സംസ്ഥാനത്ത് ചെറുതും വലുതുമായ 500-ലധികം പരസ്യ ഏജൻസികൾ ഉണ്ടെന്നാണ് കണക്ക്. തിരഞ്ഞെടുപ്പ് കാലത്ത് ആരെ സ്വാധീനിക്കണം, എങ്ങനെ സ്വാധീനിക്കണം, എപ്പോൾ സ്വാധീനിക്കണം എല്ലാം സ്ഥാനാർത്ഥികൾക്ക് പറഞ്ഞു നൽകുന്നത് ഈ ഏജൻസികളാണ്. അതിന്റെ എല്ലാം അടിസ്ഥാനം ഈ ഡേറ്റയും. അഭിജിത്തിനൊപ്പം ജിബിൻ JB, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.